സത്യം പറഞ്ഞില്ലെങ്കിൽ അവളുടെ കരണക്കുറ്റിയൊക്കെ ഒരെണ്ണം കൊടുക്കടാ. അപ്പൊ സത്യം പറയുള്ളൂ. എടാ നവീനെ ചോദിക്കടാ, ഇവള് ഇത്രയും കാലം ആരുടെയൊക്കെ കൂടെ ചേർന്നിട്ടാ നമ്മളെയൊക്കെ പറ്റിച്ചെന്ന് ചോദിക്കടാ. എന്തിനാ ഈ ആൾമാറാട്ടം നടത്തുന്ന ചോദിക്കടാ. രണ്ട് ഗാഥയുണ്ടെങ്കിൽ ഞാൻ തെറ്റിദ്ധരിച്ച് കയറി പിടിച്ചതാണെന്ന് നിങ്ങളെല്ലാം സമ്മതിച്ചു തരുമല്ലോ. നടക്ക് നടക്ക് നടക്ക്. വാ അമ്മേ, ഇന്നത്തോടെ ഇവരുടെ ഈ സംശയം അങ്ങ് തീർത്തു കൊടുക്കാം. കാണിച്ചു തരട്ടെ 2 3 ഗാഥയെ. കാണിച്ചു തരാം. വാ ഇങ്ങോട്ട് അമ്മായി, വാ. നടക്ക് നടക്ക് നടക്ക്, എല്ലാവരും നടക്ക്. കൃഷ്ണൻ, ആകെ കുഴപ്പോ. എന്താ? നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് പിടികൂടാൻ ആ കീർത്തിയുടെ ഉദയന്റെ നേതൃത്വത്തിൽ ഒരു പട തന്നെ ഇളകി വരുവോ? എത്രയും പെട്ടെന്ന് നമ്മളിവിടുന്ന് പോയേ പറ്റൂ. അതിന് അച്ഛനെവിടെ? എത്രയും പെട്ടെന്ന് അച്ഛനെയും കൂട്ടി ഇവിടുന്ന് പോണം. നവീൻ, ഇനിയിപ്പോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് താൻ അങ്ങോട്ട് വരുമല്ലോ. അപ്പൊ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അതെ സാർ, നമ്മുടെ ഈ സൗഹൃദം എന്നും ഉണ്ടാവട്ടെ. നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാനുണ്ടാവട്ടെ. ഓക്കെ, ശരി എന്നാ. സാറേ, പോകുമ്പോഴേ ആ മൂളുകുട്ടി കൊണ്ട് പിടിച്ചോണ്ട് പോണേ. അതിവിടെ നിന്നാ മൊത്തം ശല്യം വന്നേ. താൻ പേടിക്കണോ മാണിക്കുഞ്ഞെ, ഞാൻ അതിനെ അങ്ങ് കൊണ്ടുപോയിക്കോളാം. ശരി നവീൻ, ഓക്കെ. സീ യു സൂൺ. ഓക്കെടോ സാർ. എന്താ മോളെ ഇത്? പോകാന്ന് തിരക്ക് കൂട്ടിയിട്ട് പോകാൻ നോക്കുമ്പോഴത്തേക്കും മോളെ കാണത്തില്ല. വാ നമുക്ക് പോ. വാ മോളെ, വാ. വാന്ന്. വാ. അയ്യോ മോളിക്കുട്ടി, അച്ഛൻ ഞാനാണെന്ന് കരുതി ഗാഥയും കൊണ്ട് പോവാൻ പോവാ. എന്താ ചെയ്യാ? എന്താ ചെയ്യാ? എന്റെ കർത്താവെ, കുഴഞ്ഞല്ലോ. മോളിക്കുട്ടി, നീ എന്തേലും ഒന്ന് ചെയ്യും. ഇതെവിടെ പോരുന്നു മോളിക്കുട്ടി? ഒരു പരിചയമില്ലാത്തൊരു വീട്ടിൽ വന്നിട്ട് നമ്മുടെ കവലയിൽ നടക്കുന്നതിനേക്കാൾ കൂളായിട്ടാണല്ലോ നീ നടക്കുന്നത്. വാ നമുക്ക് പോവാം. അതെ സർ, നമുക്ക് പോവാം. പക്ഷെ കൃഷ്ണ എന്റെ കൂടെ ഒന്ന് വിടുവോ? അകത്തെ എല്ലാരോടും ഒന്ന് യാത്ര ചോദിച്ചിട്ട്. യാത്രയൊക്കെ എല്ലാരോടും ഞാൻ പറഞ്ഞാ. ഇനിയിപ്പോ അതിനൊന്നും നിൽക്കണ്ട, നമുക്ക് പുറപ്പെടാം. വാ, കേറ് 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 മോളെ. എടോ, നിങ്ങളൊക്കെ എന്താടോ കാണിക്കുന്നത്? ഞാൻ വരില്ല. പറയുന്നത് കേൾക്ക്. ഇപ്പൊ തൽക്കാലം സാറിനൊപ്പം കാറിൽ കയറിയേ പറ്റൂ. തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ബാക്കി ഞാൻ ഏറ്റു. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എല്ലാവരും അതേ അവസ്ഥയിൽ തന്നെയാ. അതെ, ഇതൊക്കെ ഒന്ന് ഒതുക്കി ഗാഥയ്ക്ക് തന്നെ ഇവിടെ നിൽക്കണമെങ്കിലേ മര്യാദയ്ക്ക് വണ്ടിയിലേക്ക് കയറ്. മക്കളെ കേറി വാ. ഒന്ന് കേറ് കേറ്, ഒന്ന് കേറ് കേറി. നമുക്ക് പോ. ഇങ്ങോട്ട് വാ അമ്മായി, വാ. അമ്മായി, ഈ നിൽക്കുന്നത് ഗാഥയാ. അല്ലാതെ പിന്നെ? ഉറപ്പാണല്ലോ?
ഇവർക്കൊക്കെ ഇത് എന്താ പറ്റിയതമ്മേ? സുമിത്രേ, നീ മിണ്ടാതിരിക്കേ. അച്ഛനും അമ്മയും മോളും കൂടി കുറെ നാളായിട്ട് തെളിവ് അന്വേഷിച്ച് നടക്കുന്നു. അവര് തെളിവ് തരട്ടെ. ആ, അതെ, തരുന്ന തെളിവ് കാണുമ്പോ ആരും ഞെട്ടരുത്. നവീനും കൂടെ വിളിച്ചോണ്ട് വരാം. ആ അടുത്തതന്നെ ദാ ഇപ്പൊ കൊണ്ടുവരും. ഇതിന്റെ ഈ നിൽക്കുന്നതിന്റെ അതിന്റെ ഫോട്ടോ സെറ്റ്. അപ്പഴാ ഇവിടെ ചിലരൊക്കെ ഞെട്ടാൻ പോകുന്നതും കെട്ടി തൂക്കി ചാവാൻ പോകുന്നതും. ആ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഞാൻ നോക്കിക്കോളാം. അതെ, ഗാഥ എവിടെ? ഗാഥ അവിടെ ഉണ്ടല്ലോ. അവിടെ ഒരു ഗാഥയുണ്ട്. ഇവിടെ നിന്നിരുന്ന ഗാഥ എവിടെയെന്നാ ഞാൻ ചോദിച്ചത്. അവിടെ ഒരു ഗാഥ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഗാഥ വരുന്നത് എങ്ങനെയാ? അനിയൻ സാറിന് വേണ്ടി ചെക്ക് ഏറ്റുവാങ്ങിയ ഗാഥയില്ലേ, ആ ഗാഥ എവിടെയെന്നാ ചോദിച്ചേ. ഓ, ആ ഗാഥ. ആ. നീ വാ, ഞാൻ കാണിച്ചു തരാം. അല്ല, അവിടെ ഒരു ഗാഥ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഗാഥ. ഈ കീർത്തി വാ. ചെക്ക് വാങ്ങിയ ഗാഥയല്ലേ? ഇതാ നിൽക്കുന്നു. ഇതിവിടെ ഉണ്ടായിരുന്ന ഗാഥയാ. അയാളുടെ കൂടെ വന്ന് ചെക്ക് ഏറ്റുവാങ്ങിയ ഗാഥ എവിടെയെന്നാ ഞാൻ ചോദിക്കുന്നേ. ഗാഥ അനിൻ സാറിന്റെ കയ്യിൽ നിന്ന് ചെക്കേറ്റ് വാങ്ങിയത് താനല്ലേ? അതെ. പിന്നെ ഈ കീർത്തി എന്താ പറയുന്നേ? ഞാൻ സമ്മതിക്കില്ല. ഞാൻ രണ്ടുപേരും ഒരുപോലെ കണ്ടതാ. എടാ മോനെ നവീനെ, ഈ നിൽക്കുന്നത് ഗാഥയാണെന്ന് സംഭവിച്ചു. പക്ഷേ ഈ ഗാഥയല്ല മറ്റേ ഗാഥ, മറ്റേ ഗാഥയല്ല ഈ ഗാഥ. കാലങ്ങളായി രണ്ട് ഗാഥമാരും ഒറ്റ ഗാഥയിൽ നിന്നും നമ്മളെ എല്ലാവരെയും പറ്റിച്ചോണ്ടിരിക്കുക. ഇവളോട് ചോദിക്ക്, അവള് സത്യം പറയും. സത്യം പറഞ്ഞില്ലെങ്കിൽ അവളുടെ കരണക്കുറ്റിയോ കൊറണ കൊടുക്കടാ, അപ്പൊ സത്യം പറയുള്ളൂ. എടാ നവീനെ, ചോദിക്കടാ. ഇവള് ഇത്രയും കാലം ആരുടെയൊക്കെ കൂടെ ചേർന്നിട്ടാ നമ്മളെയൊക്കെ പറ്റിച്ചെന്ന് ചോദിക്കടാ. എന്തിനാ ഈ ആൾമാറാട്ടം നടത്തുന്ന ചോദിക്കടാ. ആൾമാറാട്ടം നടത്തുന്ന എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അനിയൻ സാറിന്റെ കൂടെ വന്ന ആ മോളിക്കുട്ടിയില്ലേ, അവളെ കേറി പിടിച്ചു നിന്റെ ഈ അമ്മാവൻ. സുമിത്രേ, അറിയാ കേറി പിടിച്ചതല്ല. പിന്നെ ഞാൻ നോക്കുമ്പോ ആരുമില്ലാത്ത സ്ഥലത്ത് അവളിങ്ങനെ പതുങ്ങി നിൽക്കുന്നു. ഇതാണ് സൗകര്യം ഓർത്ത് അപ്പ ഞാൻ കയറി പിടിച്ചതാ. നാണമില്ലല്ലോ അമ്മാവന്. അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഇവിടെ നിൽക്കുന്നില്ലേ മറ്റേ ഗാഥ, ആ ഗാഥയാണെന്ന് കരുതിയാണ് ഞാൻ മറ്റോളെ കയറി പിടിച്ചത്. അപ്പോഴത്തേക്കും അവള് രക്ഷപ്പെട്ടു പോയി, മറ്റോള് എന്റെ കയ്യിലും ആയി പോയി. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ, ആ പെൺകുട്ടിയെ കയറി പിടിച്ചത് മറ്റാരും ചോദിക്കാതിരിക്കാൻ വേണ്ടിയാ. ഗാഥയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് ഈ അന്വേഷണം.